ദിവ്യ മറുപടിയൊന്നും പറഞ്ഞില്ല. പൂവും പിടിച്ചു നിൽക്കുന്നവൻ ദിവ്യയുടെ മുഖത്തേക്ക് പ്രതീക്ഷയോടെ നോക്കുന്നുണ്ട്. ദിവ്യയാണ് എന്ത് പറയണെന്നറിയാതെ നിൽക്കുന്നു. നിനക്കുള്ള മറുപടി ഞാൻ തരാം. ദേഷ്യത്തോടെയുള്ള പാച്ചുവിന്റെ ശബ്ദം കേട്ടപ്പോൾ രണ്ടുപേരും ഞെട്ടി. പാച്ചുവിന്റെ കലിപ്പിച്ചുള്ള നോട്ടത്തിൽ ദിവ്യയുടെ തല താണു. അവള് ദയനീയമായി പാച്ചുവിന്റെ പിറകെ നിൽക്കുന്ന ജെനിയെ നോക്കി. ജെനി അവളെ നോക്കി ഒന്നുമില്ലെന്ന് കണ്ണടച്ചു കാണിച്ചു. നിനക്ക് എന്റെ പെണ്ണിനെ തന്നെ പ്രൊപ്പോസ് ചെയ്യണോ? പാച്ചു ദേഷ്യത്തോടെ അവനോട് ചോദിച്ചു. ദിവ്യയാണ് ഞെട്ടി പാച്ചുവിനെ നോക്കി. എനിക്കറിയില്ലായിരുന്നു ദിവ്യ ചേട്ടന്റെ. അവൻ പേടിയോടെ പാച്ചുവിനെ നോക്കി. ഇപ്പൊ അറിഞ്ഞില്ലേ? പോടാ. അവന്റെ ഒരു പൂവും കോപ്പും. അവന്റെ കയ്യിൽ നിന്ന് പൂ വാങ്ങി പിച്ചി കളഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ പാച്ചു പറഞ്ഞു. ആ ചെക്കൻ അപ്പൊ തന്നെ പോയി. പാച്ചു ദിവ്യയുടെ നേർക്ക് തിരിഞ്ഞപ്പോഴേക്കും ജെനിയും എബി അഞ്ചു അവിടെ നിന്നും പോയി. ഡി ദിവ്യയെ നോക്കി ദേഷ്യത്തിൽ പാച്ചു വിളിച്ചു. അവന്റെ ദേഷ്യം കണ്ട് ദിവ്യ പേടിച്ചെങ്കിലും വേറെ വഴിയില്ലാത്തതുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി. അവൻ പൂ കൊണ്ടുവന്നപ്പോ പറയായിരുന്നില്ലേ നിനക്ക് നീ എന്റെ പെണ്ണാണെന്ന്? അതിന് ചേട്ടൻ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ ഇതുവരെ. ഞാൻ കരുതി എന്നെ. ബാക്കി പറയാതെ ദിവ്യ മുഖം താഴ്ത്തി. പാച്ചു ചുറ്റും കണ്ണോടിച്ചു. ആരും ഇല്ലെന്ന് കണ്ടപ്പോ അവൻ അവളുടെ അരയിലൂടെ കൈയിട്ട് അവളെ അവനിലേക്ക് ചേർത്ത് പിടിച്ചു. ദിവ്യ ഞെട്ടി അവനെ നോക്കി. അവന്റെ കയ്യിൽ നിന്നും കുതറിയ അവളെ അവന്റെ രൂക്ഷമായ നോട്ടത്തിൽ അവൻ അടക്കി. ദിവ്യ അവളുടെ മുഖത്തേക്ക് വീണ മുടിയെ ചെവിയുടെ പുറകിലേക്ക് വെച്ചുകൊണ്ട് അവൻ അവളെ ആർദ്രമായി വിളിച്ചു. ദിവ്യ ഒന്നും മിണ്ടാതെ അവന്റെ മുഖത്തേക്ക് നോക്കി. ഇനി ആരെങ്കിലും പൂവുമായിട്ട് വന്ന് ധൈര്യമായിട്ട് പറഞ്ഞേക്കണം. എന്ത്? ഞാൻ പാർത്ഥന്റെ പെണ്ണാണെന്ന് കേട്ടല്ലോ. ദിവ്യ അവനെ കണ്ണുരുട്ടി നോക്കി. അമ്മോ, ഇങ്ങനെ ഉരുട്ടിയ കണ്ണ് രണ്ടും താഴെ വീഴും. ഇഷ്ടമാണ്ടേ നിന്നെ എനിക്ക്? പിന്നെ ചേട്ടൻ കുറച്ച് വെയിറ്റ് ഇട്ടതല്ലേ? അവളെ നോക്കി ഇളിച്ചുകൊണ്ട് അവൻ പറഞ്ഞപ്പോ അവൾ അവന്റെ മീശ പിടിച്ചു വലിച്ചു. ഔ, നോന്നടി. നോവട്ടെ, അതിനുവേണ്ടി തന്നെയാ ചെയ്ത്. എന്നെ ചുമ്മാ പറ്റിച്ചില്ലേ? ഞാൻ കരുതി എന്നെ ഇഷ്ടമല്ലാഞ്ഞിട്ടാവുമെന്ന്. സങ്കടം വന്നു എനിക്ക്. ഞാൻ ഇഷ്ടം പറഞ്ഞ ശേഷം എന്നെ നേരെ ചൊവ്വെ മൈൻഡ് ആക്കിയിരുന്നു പോലും ഇല്ലല്ലോ. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അയ്യേ അയ്യേ, ഞാൻ ചുമ്മാ തമാശതാണ് പെണ്ണെ. ഞാൻ എന്റെ ഇഷ്ടം ജെനിയോട് പറഞ്ഞിരുന്നു. അവള് നിന്നോട് തുറന്നു പറയാൻ പറഞ്ഞ ദിവസമാണ് നീ എന്നോട് വന്ന് പറഞ്ഞത്. എന്തായാലും നീ പറഞ്ഞു. എന്നാ പിന്നെ കുറച്ച് ജാട ഇടാന്ന് കരുതി ഞാൻ. പോടാ. ദിവ്യ അവനെ തള്ളി മാറ്റി മുഖം വീർപ്പിച്ചു നിന്നു. ആ, പിണങ്ങാതെ ദിവ്യ. അവളുടെ കവളി പിടിച്ച് വലിച്ചുകൊണ്ട് പ്രത്യേക താളത്തിൽ അവൻ പറഞ്ഞപ്പോ അവളും ചിരിച്ചു. അപ്പൊ സെറ്റായില്ലേ? അങ്ങോട്ട് വന്ന ജെനി ചോദിച്ചു. പിന്നെ ആവാതെ. ഇളിച്ചുകൊണ്ട് പാച്ചു പറഞ്ഞു. ആ, ഇത്രേ ഉള്ളൂ. ഇതിനാണ് ഈ തെണ്ടി ജാട ഇട്ടിരുന്നത്. അവന്റെ വയറ്റിൽ ഇടിച്ചുകൊണ്ട് എബി പറഞ്ഞു. അപ്പോഴേക്കും അവരുടെ അടുത്തേക്ക് കിയാരയും വന്നു. കുറച്ചു സമയം അവരെല്ലാം ഒരുമിച്ചിരുന്ന് സംസാരിച്ചു. പിന്നെ അവർക്ക് പ്രൈവസി നൽകിക്കൊണ്ട് അഞ്ജുവും ജെനിയും അവരുടെ അടുത്തുനിന്ന് എണീറ്റു. പാച്ചുവും ദിവ്യയും അവരുടെ ലോകത്തും എബിയും അവന്റെ കിച്ചുവും അവരുടെ ലോകത്തുമായിരുന്നു. ആൽബിയും അഞ്ജുവും കോളേജിൽ നിന്ന് ഒരുപാട് സംസാരിക്കാറില്ലെങ്കിലും പലപ്പോഴും കണ്ണുകൾ കൊണ്ട് പ്രണയം കൈമാറിയിരുന്നു. പാച്ചുവിന്റെ ബുള്ളറ്റിലിരുന്ന് അഞ്ജുവിനോട് സംസാരിക്കുമ്പോഴാണ് അവളുടെ ഫോൺ അടിച്ചത്. ആരാടാ? അഞ്ജു അവളോട് ചോദിച്ചു. അച്ചുവേട്ടനാണല്ലോ, ഈ സമയത്ത് വിളിക്കാറില്ലല്ലോ. ജെനി അഞ്ജുവിനോട് പറഞ്ഞ് ഫോൺ എടുത്തു. ഹലോ. അല്ല, കയറിയില്ല. എന്താ ഈ നേരത്ത്? ആണോ? ആഹാ, ആളെന്ത് ചെയ്യുക? ആ, മുറച്ചെറുക്കനാണല്ലേ. ആ ശരി, ബൈ. അവള് ഫോൺ വെച്ചു. ആരുടെ മുറച്ചെറുക്കന്റെ കാര്യമാണ് നീ പറഞ്ഞേ? അഞ്ജു അവളെ സംശയത്തോടെ നോക്കി. എടാ, കൃതി ചേച്ചി ഇല്ലേ അച്ചുവേട്ടന്റെ ഫ്രണ്ട്? ആ, മറ്റേ പൊട്ടി. ആ, അത് തന്നെ. ചേച്ചിയുടെ കല്യാണം ഉറപ്പിച്ചെന്ന്. ആഹാ, എന്നിട്ട് ആരാണോ ഭാഗ്യവാൻ? ചേച്ചിയുടെ മുറച്ചെറുക്കൻ തന്നെയാണെന്നാ പറഞ്ഞ്. ആദിത്യൻ എന്നാണത്ര നെയ്. ആ ചേട്ടൻ ചെന്നൈ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് പോലും. ആഹാ, എന്തായാലും ഭംഗിയായി നടക്കട്ടെ എല്ലാം. അവരതവിടെ നിർത്തി വേറെ കിളിപോയ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. അന്നത്തെ ദിവസവും വളരെ ഭംഗിയായി തന്നെ അവസാനിച്ചു. രാത്രിയിലെ ഏതോ യാമത്തിൽ അവളിലേക്ക് അലിഞ്ഞു ചേർന്ന് അവളുടെ മാറി തളർന്നു കിടക്കുകയായിരുന്നു അച്ചു. ചെനി പുഞ്ചിരിയോടെ അവന്റെ മുടിയിൽ തലോടുന്നുണ്ട്. ചെനി. അച്ചു അവളെ വിളിച്ചു. നാളെ ഏട്ടത്തി വരില്ലേ? നീ ഏട്ടത്തിയെ കൂട്ടാൻ വരുന്നില്ലേ? നാളെ കോളേജിൽ പോണം, സെമിനാറുണ്ട്. അതിന് നീ സെമിനാർ തയ്യാറാക്കുന്നതെന്ന് ഞാൻ കണ്ടില്ലല്ലോ. അവൻ മുഖമുയർത്തി അവളെ നോക്കി. അതൊക്കെ തയ്യാറാണ് എന്റെ ഭർത്തു. നാളെ പോയി പ്രസന്റ് ചെയ്താ മതി. അങ്ങനെ പറ. അങ്ങനെ പറഞ്ഞു. അല്ല, കൃതി ചേച്ചിയുടെ കല്യാണം എന്താ പെട്ടെന്ന് ഉറപ്പിച്ചത്? അവന് ലീവില്ലത്രേ. പോകുന്നതിന് മുമ്പ് നിശ്ചയം നടത്താൻ, പിന്നെ പോയി വന്നിട്ട് കല്യാണം. ഓ, ലവ് മാരേജ് അല്ലല്ലോ. അതെന്താ നീ അങ്ങനെ ചോദിച്ചേ? അല്ല, ചേച്ചിക്ക് ഒരു അഫയർ ഉള്ളതായി നിങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. ലവ് മാരേജ് ആണോന്ന് ചോദിച്ചാൽ അതെ, എന്നാ അല്ല, വൺ സൈഡ് ആയിരുന്നു. അവൾക്കൊരു കുഞ്ഞിഷ്ടം അവനോടുണ്ടായിരുന്നു. പിന്നെ അവൻ അങ്ങനെ കണ്ടിട്ടില്ലെങ്കിലോ എന്ന് പേടിച്ച് അവള് തുറന്നു പറഞ്ഞില്ലെന്ന് മാത്രം. ഓ, ഐ സീ. വീണ്ടും എന്തോ ചോദിക്കാൻ ഒരുങ്ങിയ അവളെ തടഞ്ഞുകൊണ്ട് അവൻ അവളുടെ അധരങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി. ഒരിക്കൽ കൂടി അവൻ അവളെ സ്വന്തമാക്കി. രാവിലെ എണീറ്റത് മുതൽ ജനിക്കൊരു വല്ലായ്മ തോന്നി. അവളത് കാര്യമാക്കാതെ ഫ്രഷ് ആയി വന്നു. കുളി കഴിഞ്ഞപ്പോ ആൾ ഉഷാറായി. കോളേജിലേക്ക് പോവാൻ റെഡിയായി.
അവളുടെ സെമിനാർ അടങ്ങിയ ഫയലും കയ്യിലെടുത്തിറങ്ങി. ഇറങ്ങാറായോ മോളെ? സീത അവളോട് ചോദിച്ചു. ആ അമ്മ. അവരൊക്കെ എവിടെ? ചുറ്റും കണ്ണോടിച്ച് അവള് ചോദിച്ചു. പുറത്തുണ്ട്. നീയും കൂടി വന്ന ശേഷം ഒരുമിച്ച് കഴിക്കാന്ന് പറഞ്ഞു പോയതാണ്. ആണോ? ആ മോളിരിക്കും, അമ്മ അവരെ വിളിക്കട്ടെ. അവളെ നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞ് സീത ബാക്കിയുള്ളവരെ വിളിക്കാൻ പോയി. എന്നും നല്ലപോലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന അവൾക്ക് ഇന്നെന്തോ കഴിക്കാൻ തോന്നിയില്ല. അവള് കുറച്ച് കഴിച്ച് എണീറ്റു. എന്താടാ, മതിയാക്കിയോ? എണീറ്റ് അവളോട് സീത ചോദിച്ചു. മതിയമ്മേ, എന്തോ കഴിക്കാൻ തോന്നുന്നില്ല, അവള് സീതയോട് പറഞ്ഞു. അതെന്താ? മനു അവളെ നോക്കി. ടെൻഷൻ. അച്ചുവാണ് മറുപടി പറഞ്ഞത്. ടെൻഷനോ? ഇവൾക്കോ? എന്തിന്? ഇന്നൊരു സെമിനാർ പ്രസന്റേഷൻ ഉണ്ട് പോൽ, അതിനാവും ടെൻഷൻ അല്ലേടി? അച്ചു ജെനിയെ നോക്കി. ചുമ്മാതെ ഏട്ടാ. ജെനി മനുവിനെ നോക്കി പറഞ്ഞു. ആ അല്ലേലും വീരശൂര പരാക്രമിയായ നിനക്ക് ടെൻഷൻ എന്ന് പറഞ്ഞ വിശ്വസിക്കാൻ ഞാൻ എന്താ മണ്ടനോ? മനു അവളോട് പറഞ്ഞു. ഇതെല്ലാം കണ്ട് സീതയും ചന്ദ്രനും പുഞ്ചിരിയോടെ ഇരുന്നു. ഇറങ്ങാം. കൈ കഴുകി വന്ന അച്ചു അവളോട് ചോദിച്ചു. ആ പോയിട്ട് വരാം അമ്മ. അച്ഛാ. എല്ലാവരോടും പറഞ്ഞ് അവൾ അച്ചുവിന്റെ കൂടെ ഇറങ്ങി. പോട്ടെ ഞാൻ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അവളെ കോളേജിൽ മുന്നിൽ ഇറക്കി അച്ചു പോയി. അവളെയും കാത്തു നിൽക്കുന്ന കൂട്ടുകാരുടെ അടുത്തേക്ക് അവള് ചെന്നു. സെമിനാർ എന്തായടാ? അവളെ കണ്ടപാടെ 3 പേരും ഒരുമിച്ച് ചോദിച്ചു. സെമിനാർ ഒക്കെ റെഡിയാണ്. അവള് കയ്യിലുള്ള ഫയൽ കാണിച്ചു. ആ എന്നാ വാ, ക്ലാസ്സിലേക്ക് പോവാം. 4 പേരും ക്ലാസ്സിലേക്ക് നടന്നു. ക്ലാസ്സിലേക്ക് പോകും വഴി ജെനിക്ക് തല കറങ്ങുന്ന പോലെ തോന്നി. അവൾ ഒരു നിമിഷം നിന്നു. എന്നിട്ട് കണ്ണടച്ച് തലയൊന്ന് കുടഞ്ഞ് അവരുടെ കൂടെ ക്ലാസ്സിലേക്ക് നടന്നു. ആൽബിയുടെ അവരായിരുന്നു സെമിനാർ. ഏറ്റവും അവസാനമായാണ് ജെനി പ്രസന്റ് ചെയ്തത്. വളരെ നന്നായി തന്നെ അവൾ അവളുടെ സെമിനാർ അവതരിപ്പിച്ചു. എല്ലാവരുടെയും സംശയം തീർത്ത ശേഷം സീറ്റിലേക്ക് പോകുമ്പോൾ അവളുടെ കണ്ണിൽ ഇരുട്ട് കയറി. അവൾ പുറകിലേക്ക് ആഞ്ഞു. ജെനി ഡാ. വീഴുന്നതിന് മുന്നേ തന്നെ അവളെ പാച്ചു എബിയും പിടിച്ചു. അഞ്ജു അവരുടെ അടുത്തേക്ക് പെട്ടെന്ന് എത്തി. ജെനിയുടെ ബോധം മറഞ്ഞിരുന്നു. കുട്ടികളെല്ലാം ഞെട്ടി. ആൽബി പെട്ടെന്ന് അവരുടെ അടുത്തേക്ക് ചെന്നിരുന്നു. ഇച്ചയ, എന്റെ ജെനി. നിറ കണ്ണുകളോടെ അഞ്ജു ആൽബിയെ നോക്കി. ഒന്നുമില്ല എബി. ജെനി ആ ബെഞ്ചിലേക്ക് കിടത്ത്. എഞ്ചു വെള്ളം എടുത്തിട്ട് വാ, ആൽബി അവരോട് പറഞ്ഞു. ആൽബി പറഞ്ഞതുപോലെ എബിയും പാച്ചുവും കൂടെ അവളെ ബെഞ്ചിലേക്ക് കിടത്തി. അഞ്ജു കൊണ്ടുവന്ന വെള്ളം ആൽബി അവളുടെ മുഖത്തേക്ക് തളിച്ചു. 2-3 തവണ വെള്ളം തളിച്ചപ്പോൾ ജെനി പതിയെ കണ്ണു തുറന്നു. ജെനി മോളെ, എന്താടാ വയ്യേ? അഞ്ജു അവളുടെ അടുത്തേക്ക് ഇരുന്നു. അറിയില്ല, വല്ലാത്ത ക്ഷീണം തോന്നുന്നു. അവൾ അഞ്ജുവിന്റെ നെഞ്ചിലേക്ക് ചാരി. ഞാൻ അച്ചുവിനെ വിളിക്കട്ടെ, എന്നിട്ട് വീട്ടിലേക്ക് പൊയ്ക്കോ. നിന്നെ കണ്ടിട്ട് തീരെ വയ്യെന്ന് തോന്നുന്നു, ആൽബി അവളോട് പറഞ്ഞ് ഫോൺ എടുത്ത് അച്ചുവിനെ വിളിച്ചു. ജാനിയെ തിരികെ കൊണ്ടുവന്ന് എല്ലാവരും സംസാരിച്ചിരിക്കുമ്പോഴാണ് അച്ചുവിന്റെ ഫോൺ അടിച്ചത്. ആൽബി ആണല്ലോ. അച്ചു ഫോൺ എടുത്തു. ആൽബി പറഞ്ഞ കാര്യം കേട്ടപ്പോ അവൻ പെട്ടെന്ന് എണീറ്റു. എന്താടാ? അവന്റെ വെപ്രാളം കണ്ട് മനു ചോദിച്ചു. ജെനി അവളൊന്ന് തലകറങ്ങി വീണെന്ന്. ഞാൻ ഒന്ന് കോളേജിലേക്ക് പോട്ടെ. രാവിലെ മര്യാദയ്ക്കൊന്നും കഴിച്ചില്ലല്ലോ, അതാവും. നീ ചെന്ന് അവളെ കൂട്ടിക്കൊണ്ടുവാ, സീത അവനോട് പറഞ്ഞു. ഒന്ന് മൂളിക്കൊണ്ട് അവൻ കോളേജിലേക്ക് പോയി. കോളേജിൽ എത്തിയ അച്ചുവിനെ കണ്ട് ജെനിയുടെ ക്ലാസ്സിലെ കുട്ടികളെല്ലാം വായും പൊളിച്ച് അവനെ നോക്കി. ജെനിയുടെ ഹസ്ബൻഡിനെ അവരാരും ഇതുവരെ കണ്ടിരുന്നില്ല. എന്താടാ, എന്തു പറ്റി? അച്ചു ആൽബിയുടെ അടുത്ത് ചെന്ന് അവനോട് ചോദിച്ചു. അറിയില്ലടാ, സെമിനാർ കഴിഞ്ഞതിന്റെ പുറകെ അവൾ വീണു. ആൽബി പറഞ്ഞപ്പോ അച്ചു തളർന്നിരിക്കുന്ന ജെനിയുടെ അടുത്തേക്ക് പോയി. ജെനി, അവൻ അവളെ വിളിച്ചു. വയ്യേട്ടാ, വല്ലാത്ത ക്ഷീണം തോന്നുന്നു. അച്ചുവിനെ നോക്കി അവൾ പറഞ്ഞു. വാ എണീക്ക്. അവൻ അവളെ എഴുന്നേൽപ്പിച്ചു. ആൽബി, ഞാൻ ഇവളെ കൊണ്ടുപോവുകയാണ്. പ്രിൻസിയോട് ഞാൻ പറഞ്ഞോളാം. ആയിക്കോട്ടെ, വയ്യാകെ മാറിയിട്ട് വന്നാ മതി. ശരി, ഞാൻ വിളിക്കാം. അച്ചു ജെനിയെ കൂട്ടി ഇറങ്ങി. പ്രിൻസിയോട് പറഞ്ഞ് അവർ കോളേജിൽ നിന്നും മടങ്ങി. അവളുടെ ക്ഷീണവും മുഖത്തെ തളർച്ചയും എല്ലാം കണ്ടപ്പോ അച്ചു ഒരു നിമിഷം ആലോചിച്ചു. എന്നിട്ട് വണ്ടി സൈഡാക്കി അവളെ നോക്കി. ജെനി. അവളുടെ കൈക്കുമേൽ കൈവച്ച് അവൻ വിളിച്ചപ്പോൾ അവൾ അവനെ നോക്കി. നിന്റെ പീരിയഡ്സ് തെറ്റിയോ? അച്ചു അവളോട് ചോദിച്ചപ്പോഴാണ് അവളും അത് ആലോചിച്ചത്. അവളുടെ കൈ അറിയാതെ വയറിലേക്ക് നീങ്ങി. നിറ കണ്ണുകളോടെ അവൾ അച്ചുവിനെ നോക്കി. നമുക്കൊന്ന് കൺഫേം ചെയ്യാം, എന്നിട്ട് വീട്ടിലേക്ക് പോവാം, പോരെ? ആ. അവൾ തലയാട്ടി. അച്ചു വണ്ടി ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. അപ്പോഴും അവളുടെ കൈ വയറിൽ നിന്നും എടുത്തിരുന്നില്ല. സത്യമാവണേ എന്നവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അച്ചുവും പ്രാർത്ഥനയോടെ വണ്ടി ഓടിച്ചു. അച്ചു അവൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്ക് തന്നെയാണ് ജെനിയെയും കൊണ്ടുപോയത്. ഡോക്ടർ അരുന്ധതി നായർ എന്ന ബോർഡ് കണ്ടപ്പോൾ ജെനി അവനെ നോക്കി. എന്താടി, വാ, ഗൈനക്ക് തന്നെയാണ്. അവളെയും കൊണ്ട് അവൻ അകത്തേക്ക് കയറി. ഹായ് ഡോക്ടർ. അകത്തേക്ക് കയറിയ അച്ചു അവരെ വിഷ് ചെയ്തു. ഹായ് അങ്കത്ത്, വരൂ. അച്ചു ജെനിയെയും കൊണ്ട് അവരുടെ മുമ്പിലിരുന്നു. ഇതാണല്ലേ ജനനി? അങ്കത്ത് എപ്പോഴും പറയാറുണ്ട്. കണ്ടതിൽ സന്തോഷം. ജെനിയെ നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞപ്പോ അവളും തിരിച്ച് മനസ്സ് നിറഞ്ഞൊരു പുഞ്ചിരി സമ്മാനിച്ചു. ഇനി കാര്യം പറഞ്ഞോളൂ. ഡോക്ടർ അവരെ രണ്ടുപേരെയും നോക്കി. ഒരു ഡൗട്ട്, അതൊന്ന് കൺഫേം ചെയ്യാൻ വന്നതാണ്, പുഞ്ചിരിയോടെ അച്ചു പറഞ്ഞു. ഡോക്ടർ ജെനിയെ നോക്കി. പീരിയഡ്സ് തെറ്റിയിട്ട് എത്ര ദിവസമായി? 1 വീക്കായി മാം, ജെനി അവരോട് പറഞ്ഞു. എന്നാ ടെസ്റ്റ് ചെയ്യാം അല്ലേ? പുഞ്ചിരിയോടെ ഡോക്ടർ ചോദിച്ചപ്പോൾ രണ്ടുപേരും സമ്മതിച്ചു.
ടെസ്റ്റ് കഴിഞ്ഞ് റിസൾട്ടിന്റെ കാര്യം ആലോചിക്കുമ്പോൾ അച്ചുവിനും ജനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ, അവരുടെ ടെൻഷൻ കണ്ട ഡോക്ടർ അവരോട് പറഞ്ഞു. കൺഗ്രാറ്റ്സ്, ജനനി പ്രഗ്നന്റ് ആണ്. റിസൾട്ട് അവരുടെ കയ്യിലേക്ക് കൊടുത്ത് ഡോക്ടർ പറഞ്ഞു. അച്ചുവിനും ജനിക്കും ഒരുപാട് സന്തോഷമായി. അവൻ പരിസരം മറന്ന് അവളെ പുണർന്നു. സന്തോഷം കൊണ്ട് ജനിയുടെ കണ്ണുകൾ നിറഞ്ഞു. മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല, ഞാൻ കുറച്ച് വിറ്റാമിൻ ടാബ്ലറ്റ്സ് തരാം. പിന്നെ ഞാൻ പറയണ്ടല്ലോ, ശ്രദ്ധിക്കണം, ആരുള്ളതൊന്നും തൂക്കരുത്. ഡോക്ടർ പറഞ്ഞപ്പോ ജനി സമ്മതിച്ചു. ഡോക്ടറോട് പറഞ്ഞ് രണ്ടുപേരും ഇറങ്ങി. കാറി കയറി അച്ചു വീണ്ടും ജനിയെ കെട്ടിപ്പിടിച്ചു. അവളുടെ മുഖം ചുംബനങ്ങൾ കൊണ്ട് മൂടി. ജനി ഒരു പുഞ്ചിരിയോടെ ഇരുന്നു. അവൻ കുനിഞ്ഞ് അവളുടെ ടോപ്പ് പൊക്കി അവളുടെ വയറ്റിൽ ചുണ്ടു ചേർത്തു. സന്തോഷത്തോടെ അവർ വീട്ടിലേക്ക് പോയി. രാവിലെ ഭക്ഷണം കഴിക്കാതെ പോയതുകൊണ്ടല്ലേ തല കറങ്ങിയത്? വീട്ടിലെത്തിയ ജനിയെ സീത സ്നേഹത്തോടെ ശാസിച്ചു. ജനി പുഞ്ചിരിച്ചു നിന്നു എന്നല്ലാതെ മറുപടി ഒന്നും പറഞ്ഞില്ല. വസുവും മഹിയും എല്ലാവരും ഉണ്ടായിരുന്നു. എന്താണ് രണ്ടുപേർക്കും പതിവില്ലാത്തൊരു ചിരി? നല്ല സന്തോഷത്തിലാണല്ലോ. നിറഞ്ഞ ചിരിയോടെ നിൽക്കുന്ന അച്ചുവിനെയും ജനിയെ നോക്കി ജാനു ചോദിച്ചു. സന്തോഷിക്കാൻ കാരണം ഉണ്ടായതുകൊണ്ട്. കാരണം പറഞ്ഞ ഞങ്ങളും കൂടെ സന്തോഷിക്കാം, മഹി അവനോട് പറഞ്ഞു. എല്ലാവർക്കും സന്തോഷിക്കാനുള്ള വകയുണ്ട്, കളിക്കാതെ കാര്യം പറയിച്ചേക്കാ. ചന്ദ്രൻ അവനെ നോക്കി. ആദുമോന് കൂട്ടായി വൈകാതെ ഒരു അനിയനോ അനിയത്തിയോ വരും, അത്ര തന്നെ. അച്ചു പറഞ്ഞത് കേട്ടപ്പോ ആദ്യം എല്ലാവരും ഞെട്ടിയെങ്കിലും പതിയെ പുഞ്ചിരിക്ക് വഴിമാറി. സത്യാണോ അച്ചു? സീതയും വസു ജനിയുടെ അടുത്തേക്ക് ചെന്നു. അതിന്റെയൊക്കെ ആയിരുന്നു തലകറക്കമൊക്കെ. ഞങ്ങളിപ്പോ ഹോസ്പിറ്റലിൽ പോയിട്ടാണ് വരുന്നത്. അച്ചു റിസൾട്ട് സീതയുടെ കയ്യിലേക്ക് കൊടുത്തു. വസുവും സീതയും ജനിയെ ചേർത്ത് പിടിച്ച് നെറ്റിയെ ചുംബിച്ചു. എല്ലാവരും അവളെ സ്നേഹം കൊണ്ട് പൊതിഞ്ഞു. കാര്യം എന്താണെന്ന് അറിയില്ലെങ്കിലും ആദൂട്ടനും അവന്റെ മോണ കാട്ടി ചിരിച്ചു. സന്തോഷത്തോടെയുള്ള മറ്റൊരു ദിവസവും കൂടെ കടന്നുപോയി. ദേ പെണ്ണെ, അടങ്ങി ഒതുങ്ങി നിന്നോണം, പഴയ പോലെ തുള്ളിക്കളിക്കരുത് കേട്ടല്ലോ. മുടി ചീകുന്നതിനിടയിൽ കണ്ണാടിയെ കൂടി നോക്കി അച്ചു ജനിയോട് പറഞ്ഞു. ഓ കേട്ടെന്റെ ഡോക്ടറേ. കേട്ടാ മാത്രം പോരാ, അനുസരിക്കണം. ആ എന്നാ വാ ഇറങ്ങാം, സമയാവുന്നു. അച്ചു അവൾക്ക് നേരെ കൈ നീട്ടി. അച്ചുവിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൾ താഴേക്ക് ഇറങ്ങി. അഞ്ജുവിന്റെ മനസ്സമ്മതാണെന്ന്. അതിന് പോകുവാണ് അവർ രണ്ടുപേരും. അച്ചു മോളെ ശ്രദ്ധിക്കണേ. ഇറങ്ങാൻ നേരെ സീത അച്ചുവിനോട് പറഞ്ഞു. ആ അമ്മേ, ഇവളെ അടങ്ങിയാ മതി. അച്ചു ജനിയെ നോക്കി കണ്ണുരുട്ടിയപ്പോ അവള് തിരിച്ചും കണ്ണുരുട്ടി. രണ്ടുപേരും പള്ളിയിലേക്ക് പോയി. ആനിയമ്മയും കിയാരയും എല്ലാം എത്തിയിരുന്നു. ദീപവും കൃതിയും ദിവ്യയും വിധുവും എല്ലാവരും ഉണ്ടായിരുന്നു. ജനിയെ കണ്ടതും അവരെല്ലാം അവളെ പൊതിഞ്ഞു. പ്രഗ്നന്റ് ആണെന്നറിഞ്ഞതിന് ശേഷം കൃതിയും വിധുവും അവളെ ഇപ്പോഴാണ് കാണുന്നത്. എടി, അവളൊന്ന് ശ്വാസം എടുക്കാൻ സമ്മതിക്കണേ, അച്ഛൻ വിളിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു. നീ പോടാ. വിധു അവനെ നോക്കി ചുണ്ടുപൊട്ടി. അവരെല്ലാം പള്ളിയിലേക്ക് കയറി. ഓഫ് വൈറ്റ് ഗൗണായിരുന്നു അഞ്ജുവിന്റെ വേഷം. കഴുത്തിൽ ഡയമണ്ടിന്റെ ചോക്കറുണ്ട്. വളരെ ഭംഗിയായി അവളെ ഒരുക്കിയിരുന്നു. അവളെ കണ്ടപാടെ ജനി കെട്ടിപ്പിടിച്ചു. ചുന്ദരി ആയിട്ടുണ്ടല്ലോ എന്റെ അഞ്ജുമ്മ. അവളുടെ കവളി പിടിച്ചു വലിച്ച് ജനി പറഞ്ഞു. ഓ ഒന്ന് പതിയെ, അവിടത്തെ മേക്കപ്പ് പോവും. അഞ്ജു അവളോട് പറഞ്ഞു. ഈശോയെ ചേട്ടായെ നീ കാത്തോണേ. അഞ്ജുവിനെ ഓള് കണ്ടിട്ട് നോക്കി ജനി കർത്താവിന്റെ രൂപത്തിലേക്ക് നോക്കി പറഞ്ഞു. പൊടി പുല്ലേ. എടി, ഇത് പള്ളിയാണ്. അയ്യോ സോറി കർത്താവേ. അഞ്ജു അവളുടെ മാസ്റ്റർ പീസ് ഇളിഞ്ഞു കളിച്ചു. വെള്ളക്കുർത്തെ സ്വർണ്ണ കസവും കൊണ്ട് കൊടുത്ത് ആൽബിയോ എത്തി. അഞ്ജു അവനെ തന്നെ നോക്കിയെന്ന്. എടി, എന്റെ സ്വന്തം പ്രോപ്പർട്ടിയാണ്, ഇങ്ങനെ നോക്കി വെള്ളം ഇറക്കാതെ. അവളുടെ തലയെ കൊട്ടിക്കൊണ്ട് എബി പറഞ്ഞു. അഞ്ജു നന്നായിന്ന് വിളിച്ചു കാണിച്ചു. ആൽബിയോ അഞ്ജു ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിച്ചു. വളരെ ഭംഗിയായി തന്നെ അവരുടെ മനസ്സമ്മതം നടന്നു. ക്ഷീണായോ? പള്ളിക്കകത്ത് ബെഞ്ചിലിരിക്കുന്ന ജെനിയുടെ അടുത്ത് ചെന്ന് അച്ചു ചോദിച്ചു. പോവാൻ നമുക്ക്, എനിക്ക് കിടക്കാൻ തോന്നുന്നു. ജെനി അവനോട് പറഞ്ഞു. വാ, അവരോട് പറഞ്ഞിട്ട് ഇറങ്ങാം. അച്ചു അവളെ പിടിച്ചെഴുന്നേപ്പിച്ചു. ആൽബി, ഞങ്ങൾ ഇറങ്ങട്ടെ. അച്ചു ആൽബിയുടെ അടുത്തേക്ക് ചെന്നു. കഴിച്ചിട്ട് പോവാടാ, ആൽബി അവനോട് പറഞ്ഞു. കഴിക്കാൻ നിൽക്കുന്നില്ലടാ, കണ്ടില്ലേ ഇപ്പൊ തന്നെ ക്ഷീണിച്ചു, ഇവൾക്കൊന്ന് കിടക്കണമെന്ന് പറയുന്നു. അച്ചു പറഞ്ഞു. വയ്യേ ജനിക്ക് അച്ചുവേട്ടാ? അഞ്ജു അങ്ങോട്ട് വന്നു. ക്ഷീണോടാ, കുറച്ചു നേരമായി ഒരേ നിൽപ്പല്ലേ. ആണോ? ഞാൻ കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരാന്നാ. വേണ്ടടി, ഞങ്ങൾ പോവാൻ നിൽക്കുവാണ്. രണ്ടുപേരും ഒരു ദിവസം വീട്ടിലേക്ക് വാ. അച്ചു അവരോട് രണ്ടുപേരോടും പറഞ്ഞു. ആ ശരി എന്നാൽ. ആൽബി അച്ചുവിന് നേരെ കൈ നീട്ടി. അച്ചുവിന്റെ കൈയിലേക്ക് കൈ ചേർത്ത് വെച്ചു. വീട്ടിലെത്തിയ ഉടനെ തന്നെ ജനി കിടന്നു. ഫ്രഷ് ആയിട്ട് കിടക്ക് ജനി, അച്ചു അവളോട് പറഞ്ഞു. കുറച്ചു നേരം കിടക്കട്ടെ ഏട്ടാ, എന്നിട്ട് ഫ്രഷ് ആവാം. കിടന്നുകൊണ്ട് തന്നെ ജനി അവനോട് പറഞ്ഞു. അവളുടെ ക്ഷീണം മനസ്സിലാക്കിയ അച്ചു അവളുടെ അടുത്ത് കിടന്ന് അവളെ അവന്റെ നെഞ്ചിലേക്ക് കിടത്തി. അവന്റെ നെഞ്ചിലെ ചൂടേറ്റ് അവൾ മയങ്ങി. 3 മാസം പെട്ടെന്ന് കടന്നുപോയി. ജെനിയുടെ കോളേജ് അവസാനത്തോടടുത്തു. ഫൈനൽ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൽബിയുടെ അഞ്ജുവിന്റെ മനസ്സമ്മതം കഴിഞ്ഞ വരെ കോളേജിൽ എല്ലാവർക്കും ഇപ്പൊ അറിയാം. അതുകൊണ്ട് തന്നെ ആൽബിക്ക് ചുറ്റും വട്ടമിട്ടിരുന്ന പിടക്കോടികളെല്ലാം കൂട്ടിലേക്ക് കയറി. എബിയും കിയാരയും പാച്ചുവും ദിവ്യയും അവരുടേതായ ലോകത്താണ്, പ്രണയിച്ചുകൊണ്ടേയിരിക്കുന്നു. പഠിച്ചു കഴിഞ്ഞോ ജെനി? മുറിയിലേക്ക് വന്ന അച്ചു അവളോട് ചോദിച്ചു. കുറച്ചുകൂടെ ഉണ്ട്, ലാസ്റ്റ് എക്സാം അല്ലേ, നാളെ കൊണ്ട് കോളേജ് കഴിയും എന്നോർക്കുമ്പോ സങ്കടം വരുന്നു.
നേർത്തൊരു പുഞ്ചിരിയോടെ അവൾ അച്ചുവിനോട് പറഞ്ഞു. അച്ചു മറ്റൊന്നും പറയാതെ അവളെ ചേർത്ത് പിടിച്ച് നെറുകെ ചുംബിച്ചു. മതി, നാളെ നോക്കാൻ ബാക്കി. എക്സാം തുടങ്ങുന്നത് വരെ ടൈം ഉണ്ടല്ലോ, അച്ചു അവളോട് പറഞ്ഞു. കംപ്ലീറ്റ് ചെയ്തിട്ട് കിടക്കാം. എന്നാ പിന്നെ രാവിലെ ഒന്ന് വായിച്ചു വിട്ടാ മതിയല്ല. നിന്റെ ഇഷ്ടം പോലെ. ഞാൻ വെള്ളം കൊണ്ടുവന്ന് വെക്കാം, നീ പഠിച്ചോ. അവളെ ഒന്ന് നോക്കി അവൻ മുറിയിൽ നിന്നും ഇറങ്ങി. ജെനി അവളുടെ പഠനം തുടർന്നു. അവൾക്ക് കുടിക്കാനുള്ള വെള്ളം കൊണ്ടുവന്ന് ടേബിളിൽ വെച്ച് അച്ചു അവളെ നോക്കി കിടന്നു. അവളുടെ പഠനം കഴിഞ്ഞ് അവൾ അവന്റെ അടുത്ത് വന്ന് കിടന്നു. അവളെയും ചേർത്ത് പിടിച്ച് അവൻ നിദ്രയെ പുൽകി. അവന്റെ ചൂടേറ്റ് അവളും.